ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് സ്റ്റഡി പ്ലാനറാണ് കേട്ടോ. മന്ത്ലി പ്ലാനറാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജൂൺ മന്ത്ലി പ്ലാനറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ടുള്ള മന്തിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പുതിയ അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് സ്റ്റഡി പഠിച്ചു തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാനർ എന്തായാലും ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് വരയില്ലാത്തൊരു ബുക്കാണ്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ബുക്കിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടും. ഓൺലൈനിലായാലും ഷോപ്പിലായാലും വാങ്ങാൻ കിട്ടും. പ്ലാനോ ബുക്കെന്ന് പറഞ്ഞാൽ കിട്ടും കേട്ടോ. അതിനെക്കാട്ടി നല്ലത് നമുക്ക് സിമ്പിളായിട്ട് വരയില്ലാത്തൊരു ബുക്കാകുന്നതായിരിക്കും കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേട്ടോ. ഞാനിവിടെ തീം എടുത്തേക്കുന്ന ഒരു ബാക്ക് ടു സ്കൂൾ, ബട്ടർഫ്ലൈ എല്ലാം കൂടി മിക്സ് ആയൊരു തീമാണ്. നിങ്ങൾക്ക് പിൻട്രസ്റ്റിലൊക്കെ അടിച്ചാൽ കുറേ തീം കിട്ടും കേട്ടോ. ഞാൻ ഇതിൽ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ജൂൺ മന്ത് എന്ന് എഴുതി, സ്റ്റഡി പ്ലാനർ എന്ന് എഴുതി, അവിടെ ഒരു കുഞ്ഞ് കലണ്ടർ വരച്ചു കൊടുത്തു. നമ്മൾ ഏതാണോ തീം എടുത്തേക്കുന്നത് ആ തീമൊന്ന് സെൻട്രലായിട്ട് വരച്ചു കൊടുക്കുക. എന്തെങ്കിലും കോഴ്സ് എഴുതണമെങ്കിൽ എഴുതാം. ഞാൻ ഇപ്പോൾ ബാക്ക് ടു സ്കൂളിൽ നിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കവർ പേജ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത പേജാണ് മന്ത്ലി പ്ലാനർ എന്ന് പറഞ്ഞ പേജ്. ആ പേജ് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സോ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നൊരു ഗോളുണ്ട്, അതൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാൻ സിമ്പിളാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഈ പേജ് നല്ല യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ 1 to 2 years ആയിട്ട് പ്ലാനേഴ്സൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ഓരോ മന്തും, അതായത് 1 year ഫുള്ളായിട്ടും എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ലല്ലോ. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാ മന്തും ചെയ്യാം. പേജ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേജാണ് കേട്ടോ. മൈ മൂഡ് ട്രാക്കർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് ഇതേപോലെ നമ്മളുടെ കലണ്ടർ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മൂഡൊക്കെ റേറ്റിംഗ് പോലെ താഴെ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഹാപ്പി, ബോറിങ്, പ്രൊഡക്റ്റീവ് ഏതൊക്കെയാണോ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് ഓരോ കളേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഹാപ്പീൻ്റെ കളർ എടുത്ത് ആ ഒരു ഡേറ്റിൻ്റെ അവിടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ. നെക്സ്റ്റ് പേജ് വന്ന് ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് വെച്ചാൽ നമ്മുടെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഞാനിവിടെ ഹാബിറ്റായിട്ട് എഴുതിയിരിക്കുന്ന കണ്ടൻറ്റ് ക്രിയേഷൻ, ജങ്ക് ഫുഡ്, അങ്ങനെയുള്ള ഹെൽത്തി ഫുഡ്, സ്റ്റഡി പ്രോപ്പർലി, സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനെയുള്ള ഐറ്റംസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡിങ്, അങ്ങനെ നിങ്ങളുടെ ഹാബിറ്റ് എന്താണോ അത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു പേജായിട്ടാണിത്. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഓരോ കളർ കൊടുക്കണം. ഓരോന്നിനും ഓരോ കളറായിരിക്കണം. ആ കളർ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോളം ഫുള്ളായിട്ടും കൊടുക്കണം കേട്ടോ. സൈഡിലൊരു കോളം ഉണ്ട്, അത് കലണ്ടർ പോലെയാണ്. 30 ദിവസം വരച്ചിട്ടുണ്ട്. അതിൽ ആ കളറ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇട്ട് വയ്ക്കാം. നെക്സ്റ്റ് പേജ് വന്നിട്ട് ഹൗ മച്ച് ടൈം ഐ സ്റ്റഡി എന്നുള്ളൊരു പേജാണ്. അതായത് നമ്മൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ടൈം പഠിച്ചു എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവസാനം പറഞ്ഞുതരാം. നെക്സ്റ്റ് പേജ് വന്നിട്ട് മൈ ടു ഡു ലിസ്റ്റാണ്. ടു ഡു ലിസ്റ്റ് പോലെ ഒരു പേജ്, സിമ്പിളാണ്. വെറുതെ ഒന്ന് ബോക്സ് വരച്ചിട്ട് കുറച്ച് ഡെക്കറേഷൻ കൊടുത്താൽ മതി. അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ എഴുതി വെച്ച് ടിക്കറ്റ് കൊടുക്കാനുള്ള പേജാണ്. നെക്സ്റ്റ് പേജ് വന്ന് ഡെയിലി ജങ്ക് ജേർണലാണ്. അതിൻ്റെ ഒരു ഇൻസ്പോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമ്മൾ കഴിച്ചതോ അന്ന് കഴിച്ചതോ എന്തെങ്കിലും ആയിട്ടുള്ളത് അവിടെ ഒട്ടിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത പേജ് വന്നിട്ട് ഹൈലൈറ്റ് ഓഫ് ദി ഡേ ആണ്. നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് എന്തെങ്കിലും അന്ന് നടന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പേജ് വന്നിട്ട് സ്ലീപ്പ് ട്രാക്കറാണ്. നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങിയെന്നുണ്ടെങ്കിൽ അവിടെ, അപ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കവർ പേജായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഇത് നമ്മളുടെ തീമും അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു പേജ്. നെക്സ്റ്റ് പേജ് വന്നിട്ട് കലണ്ടർ പേജാണ്. മന്ത്ലി പ്ലാനർ എന്നാണ് അതിനെ പറയുന്നത്. അതിൽ നമുക്ക് മെയിനായിട്ട് ഓർത്ത് നിൽക്കാനുള്ള ഒരു പേജായിട്ട് കൂട്ടാം. അതായത് റിമൈൻഡർ, ഒരു ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ എഴുതി വയ്ക്കാം. നെക്സ്റ്റ് പേജ് വന്നിട്ട് ഹൗ മെനി ടൈം ഐ സ്റ്റഡി എന്നുള്ള പേജാണ്. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റിൻ്റെ നേരെ 6 മണി തൊട്ടാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടൊരു ലൈൻ വരയ്ക്കുക. എത്ര മണി വരെ പഠിച്ചു, 7:30 വരെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അടുത്ത പേജ് വന്നിട്ട് ഒരു ടു ഡു ലിസ്റ്റാണ്. നമുക്കിപ്പോൾ മാത്സ് പഠിക്കണം, മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. അത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കൊടുക്കുക. നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സും കൂടിയാണ് കേട്ടോ. അത് സ്റ്റിക്കി നോട്ട് ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പേജ് വന്നിട്ടൊരു മൂഡ് ട്രാക്കറാണ് കേട്ടോ. അതിൽ നമുക്ക് ഓരോ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, കലണ്ടർ ഫുള്ള് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ 1-ാം തീയതി നമ്മൾ ഹാപ്പി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ദിവസം തന്നെ നമ്മൾ ഹാപ്പി എന്ന് മാർക്ക് ചെയ്യാം. ആ കളർ കൊടുത്തിട്ടുണ്ടല്ലോ ഗ്രീൻ, ആ കളർ അതിലടിച്ചു കൊടുക്കാം. അത് സിമ്പിളാണ്. അത് കഴിയുമ്പോൾ നല്ല കളർഫുൾ ആവണമെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും കേട്ടോ ആ മന്ത് കഴിയുമ്പോൾ. നെക്സ്റ്റ് പേജ് വന്നിട്ട് ഹാബിറ്റ് ട്രാക്കറാണ് കേട്ടോ. ഞാൻ കുറേ
ഹാബിറ്റ്സ് എഴുതിയിട്ടുണ്ട്. കണ്ടൻറ് ക്രിയേഷൻ, ഫുഡ്, ഹെൽത്തി ഫുഡ്, സ്കിൻ കെയർ, സ്റ്റഡി പ്രോപ്പർലി. അപ്പോൾ നിങ്ങളുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണോ അത് എഴുതി വയ്ക്കുക. റീഡാണോ, നിങ്ങൾക്ക് റീഡ് ചെയ്യണം എന്നുണ്ട്, അപ്പോൾ അതൊക്കെ എഴുതി വയ്ക്കാം. നിങ്ങൾക്ക് അവിടെ സൈഡിലൊരു കളർ കൊടുത്തിട്ടുണ്ടല്ലോ, കണ്ടൻറ് ക്രിയേഷന് ഞാനിപ്പോൾ ഒരു റോസ് കളർ കൊടുത്തിട്ടുണ്ട്. ആ റോസ് കളർ ഞാൻ കണ്ടൻറ് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കളർ അടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റോട്ട് വയ്ക്കാം. ഡിഗ്ലി ചെക്ക് ചാനൽ എന്ന് വെച്ചാൽ നമ്മൾ അന്ന് കഴിച്ച ഫുഡോ എന്തെങ്കിലും ഐറ്റംസിൻ്റെ ഓർമ്മയായിട്ട് അത് കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പേജ് വന്നിട്ട് ഹൈലൈറ്റ് ഓഫ് ദി ഡേ ആണ്. ഹൈലൈറ്റ് ഓഫ് ദി ഡേ എന്ന് വെച്ചാൽ നമ്മൾ അന്ന് നടന്ന ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇന്നൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു വിചാരിക്കാം. ബർത്ത്ഡേ അവിടെ എഴുതി കൊടുക്കാം. ആരുടെ ആണോ അത് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം. ഹൈലൈറ്റ് ആയിട്ട് അന്ന് നടന്ന എന്തോ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് പേജ് വന്നിട്ട് സ്ലീപ്പ് ട്രാക്കറാണ്. സ്ലീപ്പ് ട്രാക്കർ എന്ന് വെച്ചാൽ നമ്മൾ മണിക്കൂർ ഉറങ്ങി എന്നുള്ള ട്രാക്ക് ചെയ്യാനാണ്. 6 മണിക്ക് ഉറങ്ങിയാൽ അവിടെ ടിക്ക് ചെയ്യുക, എത്ര മണിക്ക് എഴുന്നേറ്റോ അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർ, റേറ്റിംഗ് സ്റ്റാർ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. 5 സ്റ്റാർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉറങ്ങിയ അത്രയും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസ് സ്റ്റഡി പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.